ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തുന്ന വാഹനങ്ങൾ മണ്ണിൽ അമരുകയാണ്. ഇവിടെ സ്ഥാപിച്ച സിഗ്നൽ ബോർഡാണിത്. അപകട മേഖല എന്ന് എഴുതിക്കൊണ്ട് സ്ഥാപിച്ച സിഗ്നൽ ബോർഡ് വെറും അസ്ഥികൂടം മാത്രം. നോക്കൂ ഗൈസ്, പാർക്ക് വികസനത്തിന്റെ ഭാഗമായി കല്ലിറക്കിയതിനെ തുടർന്ന് ഇവിടെ വാഹനങ്ങളെല്ലാം അമർന്നു പോവുകയാണ്. നിറയെ കല്ലിൻ്റെ കൂമ്പാരമാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒരു സിഗ്നൽ ബോർഡ് സ്ഥാപിച്ചാൽ വാഹനങ്ങൾക്ക് അത് ശ്രദ്ധിക്കാമായിരുന്നു. ബീച്ചിൻ്റെ നിർമ്മാണം കാരണം കിലോമീറ്ററോളം നമ്മുടെ ബീച്ച് ഡ്രൈവ് ചെയ്ത് പോയാലുള്ള ബീച്ച് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ള പരിസരവാസികളും മത്സ്യത്തൊഴിലാളികളും. നല്ല നീളമേറിയ 4.25 കിലോമീറ്ററോളം നീളമുള്ള ബീച്ചായിരുന്നു മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. നമ്മുടെ ബീച്ചിൻ്റെ നല്ലൊരു ഭാഗം ഇപ്പോൾ കടലെടുത്ത് പോവുകയാണ്. നോക്കുകയും ഒരൊറ്റ വാഹനങ്ങൾക്ക് ഇതിലെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ബീച്ചിൽ നിറയെ പാറക്കൂട്ടങ്ങൾ, അതുകൂടാതെ തന്നെ കടൽ കയറുകയാണ്. തടപ്പാലത്തിനരികിൽ കടൽ കയറുകയാണ്. ഭാവിയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് പാർക്കിംഗ് ബീച്ചായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വാഹനങ്ങൾ ഓടാൻ പറ്റാതെ പാർക്കിംഗ് ബീച്ചായിട്ട് മാറും. നമ്മുടെ ബീച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കാലക്രമേണ ഡ്രൈവിംഗ് ഒഴിവാക്കിക്കൊണ്ട് വെറും നടപ്പാതയിലൂടെ മാത്രം ആളുകൾ സഞ്ചരിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ബീച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നോക്കുക ഗൈസ്, ഈ കാണുന്ന ചെറിയ ഭാഗങ്ങളിൽ മാത്രമാണ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കൂ, ഇതാണ് അവിടെയാണ് ലാസ്റ്റ്. അത് മുതൽ അങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ഒരു സൗകര്യമില്ല. മൊത്തം കടൽ കയറിയിരിക്കുകയാണ്. മധ്യഭാഗത്തായിട്ട് ബീച്ചിൻ്റെ മൊത്തം മധ്യഭാഗത്തായിട്ട് മുഴുവൻ കടൽ കയറിയിരിക്കുകയാണ്. ഇവിടെ നടപ്പാത മാത്രം ബാക്കിയായി ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കടലെടുത്ത് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നോക്കുക ഗൈസ്, എത്രയോ ദൂരം ഉപയോഗിക്കാൻ പറ്റാതെ ശൂന്യമായി കിടക്കുകയാണ് മുഴപ്പിലങ്ങാടിലെ നമ്മുടെ ബീച്ച്. നോക്കൂ, ആ അറ്റത്ത് മാത്രം വെടക്കാട് ഭാഗത്ത് മാത്രം കുറച്ച് വാഹനങ്ങളും അതുപോലെ തന്നെ തെക്കേ അറ്റമായ തെരുമൽ ഭാഗത്തും കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ നിർത്താൻ പറ്റിയുള്ളൂ, ഓടാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള വാഹനങ്ങൾക്കൊന്നും ഓടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കടൽ ശാന്തമായിട്ടും ഇങ്ങനെയാണ്. ഇനി മഴക്കാലമായാൽ കടൽക്ഷോഭമുണ്ടായാൽ ഈ തീരം മുഴുവനും കടലെടുത്ത് പോവുകയും അവശേഷിപ്പ് മാത്രമായി ഈ നടപ്പാത ശേഷിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൊട്ടിഘോഷിച്ച ബീച്ചിൻ്റെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഈ കരിങ്കൽ പാളികൾ മുഴുവനും ബീച്ചിൽ നിന്നും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റേണ്ടതാണ്. ബീച്ചിൽ നിന്നും കരിങ്കൽ പാളികൾ മാറ്റാത്ത പക്ഷം ബീച്ചിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന മുഴപ്പിലങ്ങാട് ബീച്ചിനെ രക്ഷപ്പെടുത്തുവാൻ അധികാരികൾ ഉടനടി ഇടപെടുക.